Good morning, students. We are discuss about module 2 part 4. The main topic is covered under this part: stores, records, inventory system, then material loss. Then first one, stores, records. To exercise proper control over the materials kept in the store, the certain documents of records are to be maintained. There are two important inventory records, that is bin card and stores ledger. ഓക്കെ, നമുക്കറിയാം ഒരു ഓർഗനൈസേഷനിൽ മെറ്റീരിയൽ കൺട്രോൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആ മെറ്റീരിയലിൻ്റെ സ്റ്റോക്ക് വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടി പ്രധാനമായിട്ടും റെക്കോർഡുകളൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ സ്റ്റോഴ്സ് റെക്കോർഡുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് തരത്തിലുള്ള ഡോക്യുമെൻറ്റുകളാണ് നമ്മൾ തയ്യാറാക്കുക. ഒന്ന് ബിൻ കാർഡ്, ദെൻ സ്റ്റോഴ്സ് ലെഡ്ജർ. ദെൻ ഫസ്റ്റ് വൺ ബിൻ കാർഡ്. ദെൻ ബിൻ ഈസ് എ പ്ലേസ് വെയർ മെറ്റീരിയൽസ് ആർ കെപ്റ്റ്. ഇറ്റ് മേ ബി എ റാക്ക്, കണ്ടെയ്നർ, shelf or space the stores are kept. Then bin card is a document showing the particulars of material kept in the bin. It is a document attached to the bin disclosing the quantitative details of material received, issued and closing balance. Okay, ബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിലെ മെറ്റീരിയൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ പർട്ടിക്കുലർ പ്ലേസിനെയാണ് ബിൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നെങ്കിൽ ഒരു ഷെൽഫാകാം, അല്ലെങ്കിൽ ഒരു റാക്കാകാം, അല്ലെങ്കിൽ കണ്ടെയ്നർ ആകാം, അല്ലെങ്കിൽ ഒരു കോമൺ സ്പേസ്. ഓക്കെ, ദെൻ ദ ബിൻ കാർഡ് ഈസ് എ ഡോക്യുമെൻറ്റ് ഷോയിങ് ദി പർട്ടിക്കുലേഴ്സ് ഓഫ് മെറ്റീരിയൽസ് കെപ്റ്റ് ഇൻ ദി ബിൻ. ഓക്കെ, ആ പർട്ടിക്കുലർ ബിന്നിൽ നമ്മൾ സൂക്ഷിച്ചിരിക്കുന്ന മെറ്റീരിയൽസിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ്, ആ ഡീറ്റെയിൽസ് അടങ്ങിയ ഡോക്യുമെൻറ്റുകളെയാണ് നമ്മൾ ബിൻ കാർഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായും ആ ഡോക്യുമെൻ്റകത്ത് ഏതൊക്കെ തരത്തിലുള്ള മെറ്റീരിയൽസ് ആണെന്നുള്ളതിൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, ഓക്കെ, അത് റിസീവ് ചെയ്തതും ഇഷ്യൂ ചെയ്തതും ദെൻ അതിൻ്റെ ക്ലോസിംഗ് ബാലൻസും. അപ്പോൾ ആ ബിന്നിലുള്ള മെറ്റീരിയൽസിൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സ്റ്റേറ്റ്മെൻറ്റുകളെയാണ് നമ്മൾ ബിൻ കാർഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ എ ബിൻ കാർഡ് ഈസ് യൂസ്ഡ് ഫോർ ഈച്ച് ഐറ്റം ഓഫ് മെറ്റീരിയൽ. ഈച്ച് റെസീപ്റ്റ്സ് ആൻഡ് ഇഷ്യൂ ആർ റെക്കോർഡഡ് ഓൺ ദി ബിൻ കാർഡ് ഇൻ എ ക്രോണോളജിക്കൽ ഓർഡർ ആൻഡ് ദ ലേറ്റസ്റ്റ് ബാലൻസ് ഈസ് ഷോൺ ആഫ്റ്റർ ഈച്ച് റിസീപ്റ്റ്സ് ആൻഡ് ഇഷ്യൂ. വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ ഒരു മെറ്റീരിയൽ റിസീവ് ചെയ്യുമ്പോൾ അതിനെ രേഖപ്പെടുത്തുന്നു, ദെൻ അതിന് ഇഷ്യൂ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നു, ദെൻ അതിൻ്റെ ബാലൻസ് എത്ര ക്വാണ്ടിറ്റി ഉണ്ടെന്നൊക്കെ വളരെ കൃത്യമായിട്ടും സിസ്റ്റമാറ്റിക്കായിട്ടും ക്രോണോളജിക്കൽ വേയിൽ അത് രേഖപ്പെടുത്തി വെക്കുന്ന ആ ഒരു ഡോക്യുമെൻറ്റിനെയാണ് ബിൻ കാർഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then the bin card is maintained by storekeeper and it shows the name of material, material code, number, then stores ledger folio number, then quantity of material received, then quantity of material issued and quantity of material balance in hand. ഓക്കെ, സാധാരണഗതിയിൽ ഒരു സ്റ്റോർ കീപ്പറാണ് ബിൻ കാർഡ് തയ്യാറാക്കുന്നത്. ഒരു ബിൻ കാർഡ് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും പർട്ടിക്കുലർ മെറ്റീരിയൽസിൻ്റെ നെയിം, ദെൻ ആ മെറ്റീരിയലിൻ്റെ കോഡ് നമ്പർ, ദെൻ അതിൻ്റെ സ്റ്റോർസ് ലെഡ്ജർ ഫോളിയോ നമ്പർ, ദെൻ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ റിസീവ്ഡ്, എത്ര ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയലാണ് നമ്മൾ റിസീവ് ചെയ്തത്, ദെൻ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ഇഷ്യൂഡ്, എത്ര ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയലാണ് നമ്മൾ ഇഷ്യൂ ചെയ്തത്, ദെൻ ആൻഡ് ദി ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ബാലൻസ് ഇൻ ഹാൻഡ്. ഓക്കെ, ഒരു സ്റ്റോഴ്സിൽ ബാലൻസ് ആയിട്ടുള്ള ഇഷ്യൂ ചെയ്തതിന് ശേഷം നമ്മുടെ കൈവശമുള്ള ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയലിൻ്റെ ഡീറ്റെയിൽസും വളരെ കൃത്യമായിട്ട് നമുക്ക് അതിനകത്ത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ബിൻ കാർഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഓർഗനൈസേഷനിലെ മെറ്റീരിയൽസ് ആയിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ക്വാണ്ടിറ്റി കൃത്യമായിട്ടും കാണിക്കുന്നതിന് വേണ്ടി നമ്മൾ സ്റ്റോർ ചെയ്യുന്ന മെറ്റീരിയലിൻ്റെ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഡോക്യുമെൻറ്റുകളെയാണ് ബിൻ കാർഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ ഡബിൾ ബിൻ സിസ്റ്റം. ദെൻ ഡബിൾ ബിൻ സിസ്റ്റം ഈസ് എ സിസ്റ്റം ഓഫ് ഡിവൈഡിങ് bins into two parts, that is smaller part to the store the quantity equal to the minimum stock level and other part to store the remaining quantity. ഓക്കെ, ബിൻ കാർഡിൻ്റെ ഒരു വേർഷനാണ് ഡബിൾ ബിൻ സിസ്റ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനെ പ്രധാനമായിട്ട് രണ്ട് പാർട്സായിട്ട് നമ്മൾ തിരിച്ചിരിക്കുന്നു. സ്മോളർ പാർട്ടെന്നും, സ്മോളർ പാർട്ടിൽ നമ്മൾ മിനിമം സ്റ്റോക്ക് ഓഫ് ലെവൽസിൻ്റെ ക്വാണ്ടിറ്റിയെ രേഖപ്പെടുത്തുന്നു, ദെൻ അതർ പാർട്ടിൽ റിമൈനിങ് ക്വാണ്ടിറ്റിയെ രേഖപ്പെടുത്തി, ഇങ്ങനെ രണ്ട് സെപ്പറേറ്റ് ഭാഗമായിട്ട് തിരിച്ച് മെറ്റീരിയൽസിൻ്റെ ക്വാണ്ടിറ്റിയെ രേഖപ്പെടുത്തുന്ന ആ സിസ്റ്റത്തിനെയാണ് നമ്മൾ ഡബിൾ ബിൻ സിസ്റ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ദ നെക്സ്റ്റ് ഡോക്യുമെൻറ്റ് ഈസ് ദാറ്റ് സ്റ്റോഴ്സ് ലെഡ്ജർ. ദെൻ സ്റ്റോഴ്സ് ലെഡ്ജർ ഈസ് ദ സ്റ്റോഴ്സ് റെക്കോർഡ് കെപ്റ്റ് ഇൻ ദി കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഷോയിങ് ദി ക്വാണ്ടിറ്റി ആസ് വെൽ ആസ് ദി വാല്യൂ ഓഫ് മെറ്റീരിയൽ റിസീവ്ഡ്, ഇഷ്യൂഡ് ആൻഡ് ദി ബാലൻസ്. ഓക്കെ, ബിൻ കാർഡിൽ നിന്നും ഇത്തിരി വിഭിന്നമായി
ഒരു സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് തയ്യാറാക്കുന്ന ഒരു ലെഡ്ജറിനെയാണ് സ്റ്റോഴ്സ് ലെഡ്ജർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും ക്വാണ്ടിറ്റിയോടൊപ്പം തന്നെ നമ്മൾ റിസീവ് ചെയ്തതും ഇഷ്യൂ ചെയ്തതും ബാലൻസ് നമ്മുടെ കൈവശമുള്ള മെറ്റീരിയൽസിൻ്റെയും ക്വാണ്ടിറ്റിയോടൊപ്പം തന്നെ അതിൻ്റെ വാല്യൂവും കാണിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന ഡോക്യുമെൻറ്റുകളെയാണ് സ്റ്റോഴ്സ് ലെഡ്ജർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ് റെക്കോർഡ് കെപ്റ്റ് ചെയ്യുന്നതും തയ്യാറാക്കുന്നതും. ഓക്കെ, ദെൻ the stores ledger is allotted to each component of material. ഓക്കെ, സ്റ്റോഴ്സ് ലെഡറിൽ ഓരോ കമ്പോണൻ്റ് ഓഫ് മെറ്റീരിയൽസിനും പ്രോപ്പറായിട്ട് അലോട്ട് ചെയ്തുകൊണ്ടാണ് അത് രേഖപ്പെടുത്തുന്നത്. ദെൻ എൻട്രീസ് ആർ മെയ്ഡ് ഇൻ ദിസ് ലെഡ്ജർ ബൈ ദി കോസ്റ്റിംഗ് ക്ലർക്ക് വിത്ത് റെഫറൻസ് ടു ഗുഡ്സ് റിസീവ്ഡ് നോട്ട്, മെറ്റീരിയൽ റിക്വസിഷൻ നോട്ട്, മെറ്റീരിയൽ റിട്ടേൺ നോട്ട് എക്സെട്ര. ഓക്കെ, കോസ്റ്റിംഗ് ക്ലർക്കാണ് ഇതിൻ്റെ എൻട്രീസൊക്കെ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗുഡ്സ് റിസീവ് നോട്ടും മെറ്റീരിയൽ റിക്വസിഷൻ നോട്ടും മെറ്റീരിയൽ റിട്ടേൺഡ് നോട്ടും ഒക്കെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഇതിലെ ഓരോ എൻട്രീസും രേഖപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ഒരു മെറ്റീരിയലിൻ്റെ ക്വാണ്ടിറ്റിയോടൊപ്പം തന്നെ അതിൻ്റെ വാല്യൂവും വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് രേഖപ്പെടുത്തി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഡോക്യുമെൻറ്റിനെയാണ് സ്റ്റോഴ്സ് ലെഡ്ജർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇറ്റ് ഇസ് വെരി സിമിലർ ടു ദ ബിൻ കാർഡ് എക്സെപ്റ്റ് ഇറ്റ് കണ്ടെയ്ൻ ദ അഡീഷണൽ കോളം ഷോയിങ് ദി പ്രൈസ് ആൻഡ് വാല്യൂ ഓഫ് മെറ്റീരിയൽ റിസീവ്ഡ്, ഇഷ്യൂഡ്, ബാലൻസ് ഇൻ ഹാൻഡ്. ഓക്കെ, ബിൻ കാർഡ് തന്നെയാണ്, പക്ഷേ അതിനകത്ത് ഒരു അഡീഷണൽ കോളം കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. ക്വാണ്ടിറ്റിയോടൊപ്പം തന്നെ റിസീവ് ചെയ്ത മെറ്റീരിയലിൻ്റെ വാല്യൂ, ദെൻ ഇഷ്യൂ ചെയ്ത മെറ്റീരിയലിൻ്റെ വാല്യൂ, ദെൻ ബാലൻസ് മെറ്റീരിയലിൻ്റെ വാല്യൂ. ആൻഡ് ഇറ്റ് ഗീവ്സ് ദി വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് അറ്റ് എനി ടൈം. ഓക്കെ, ഒരു സ്റ്റോഴ്സ് ലെഡ്ജർ എടുത്ത് നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ കൈവശം ഇരിക്കുന്ന മെറ്റീരിയൽസിൻ്റെ കറക്റ്റ് ക്വാണ്ടിറ്റിയും അതിൻ്റെ വാല്യൂ നമുക്ക് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ദ സ്റ്റോഴ്സ് ലെഡ്ജർ കണ്ടെയ്ൻ ഇൻഫർമേഷൻ ലൈക്ക് നെയിം ഓഫ് ദി മെറ്റീരിയൽ, ദെൻ കോഡ് നമ്പർ, ഡിഫറൻറ്റ് സ്റ്റോക്ക് ലെവൽസ്. ഓക്കെ, ഒരു സ്റ്റോഴ്സ് ലെഡ്ജറിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും ആ മെറ്റീരിയൽസിൻ്റെ നെയിം നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും, അതിൻ്റെ കാർഡ് നമ്പർ കാണാൻ സാധിക്കും, അതുപോലെ തന്നെ ഡിഫറൻറ്റ് സ്റ്റോക്ക് ലെവൽസും കാണാനായിട്ട് സാധിക്കും. അപ്പം ഓരോ മെറ്റീരിയലിനും അതിൻ്റേതായ സെപ്പറേറ്റ് പേജസ് അലോട്ട് ചെയ്തുകൊണ്ടാണ് സ്റ്റോഴ്സ് ലെഡ്ജർ തയ്യാറാക്കുന്നത്. ഓക്കെ, ദെൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബിൻ കാർഡ് ആൻഡ് സ്റ്റോഴ്സ് ലെഡ്ജർ. ഫസ്റ്റ് basis is records. In the case of bin card, record quantity or units only. But in the case of stores ledger, both quantity or units and price value. Okay, ബിൻ കാർഡിൽ നമുക്കറിയാം ക്വാണ്ടിറ്റി മാത്രമേ അത് റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. പക്ഷേ സ്റ്റോഴ്സ് ലെഡ്ജറിൽ ക്വാണ്ടിറ്റിയോടൊപ്പം തന്നെ അതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള പ്രൈസ് അല്ലെങ്കിൽ വാല്യൂവും പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്തു പോകുന്നു. ദെൻ സെക്കൻഡ് വൺ, മെയിൻറ്റെയിൻഡ് ബൈ. ആൻഡ് ഇൻ ദി കേസ് ഓഫ് ബിൻ കാർഡ്, മെയിൻറ്റെയിൻഡ് ബൈ സ്റ്റോർ കീപ്പർ ആൻഡ് സ്റ്റോഴ്സ് ലെഡ്ജർ മെയിൻറ്റെയിൻഡ് ബൈ കാസ്റ്റ് ക്ലർക്ക്. ഓക്കെ, സാധാരണഗതിയിൽ ബിൻ കാർഡ് സ്റ്റോർ കീപ്പറാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ദെൻ സ്റ്റോഴ്സ് ലെഡ്ജർ കാസ്റ്റ് ക്ലർക്കാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ദെൻ തേർഡ് വൺ, അറ്റാച്ച് ടു. ദെൻ and it is attached to the specific bin, and the stores ledger is kept in the cost accountant's office. Okay, ബിൻ കാർഡിനെ സംബന്ധിച്ചോളം നമ്മൾ എവിടെയാണോ മെറ്റീരിയൽ സൂക്ഷിച്ചു വെക്കുന്നത് ആ സൂക്ഷിച്ചു വെക്കുന്ന പർട്ടിക്കുലർ ബിന്നോടൊപ്പം തന്നെ അത് അറ്റാച്ച് ചെയ്തിരിക്കും. സ്റ്റോർസ് ലെഡ്ജറിനെ സംബന്ധിച്ചോളം അത് പ്രധാനമായിട്ടും കോസ്റ്റ് അക്കൗണ്ടൻ്റെ ഓഫീസിലാണ് പ്രധാനമായിട്ടും നമ്മളത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ദെൻ ഫോർത്ത് വൺ, ബേസിസ് ഓഫ് എൻട്രീസ്. ഇൻ ബിൻ കാർഡ്, entries are made on the basis of actual quantity received and issued. ബിൻ കാർഡിൽ എപ്പോഴും നമ്മൾ എത്ര ക്വാണ്ടിറ്റി റിസീവ് ചെയ്യുന്നു, ആക്ച്വലായിട്ട് എത്ര ക്വാണ്ടിറ്റി റിസീവ് ചെയ്യുന്നു, ആക്ച്വലായിട്ട് എത്ര ക്വാണ്ടിറ്റി ഇഷ്യൂ ചെയ്യുന്നു, അതിൻ്റെ ബേസിലാണ് എൻട്രീസ് നമ്മൾ അതിനകത്ത് രേഖപ്പെടുത്തുന്നത്. ബട്ട് ഇൻ കേസ് ഓഫ് സ്റ്റോഴ്സ് ലെഡ്ജർ, ദ എൻട്രീസ് ആർ മെയ്ഡ് ഓൺ ദി ബേസ് ഓഫ് ഡോക്യുമെൻറ്റ്സ് ലൈക്ക് ഗുഡ്സ് റിസീവ്ഡ് നോട്ട്, മെറ്റീരിയൽ ഇൻസ്പെക്ഷൻ നോട്ട്. ഓക്കെ, സ്റ്റോഴ്സ് ലെഡ്ജർ നമ്മൾ തയ്യാറാക്കുമ്പോൾ ആ എൻട്രീസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് മെറ്റീരിയൽ റിക്വസിഷൻ നോട്ടിനെയും അല്ലെങ്കിൽ ഗുഡ്സ് റിസീവ് നോട്ടിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സ്റ്റോഴ്സ് ലെഡ്ജർ എൻട്രീസൊക്കെ തയ്യാറാക്കുന്നത്. ദെൻ ഫിഫ്ത്ത് വൺ, എൻറ്റേഡ് ബൈ. ദ ബിൻ കാർഡ് എൻട്രീസ് ആർ മെയ്ഡ് ബൈ ദി സ്റ്റോർ കീപ്പർ. ഓക്കെ, ബിൻ കാർഡിലെ എല്ലാ എൻട്രീസും രേഖപ്പെടുത്തുന്ന സ്റ്റോർ കീപ്പറാണ്. ബട്ട് ഇൻ ദി കേസ് ഓഫ് സ്റ്റോഴ്സ് ലെഡ്ജർ, ദി എൻട്രീസ് ആർ മെയ്ഡ് ബൈ ദി കോസ്റ്റ് ക്ലർക്ക്. ഓക്കെ, സ്റ്റോഴ്സ് ലെഡ്ജർ തയ്യാറാക്കുന്നത് കോസ്റ്റ് ക്ലർക്കാണ്. ദെൻ സിക്സ്ത് വൺ, ഹെൽപ്ഫുൾ. ബിൻ കാർഡ് ഈസ് ഹെൽപ്ഫുൾ ഫോർ ഫിസിക്കൽ വെരിഫിക്കേഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഓക്കെ, ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു വാല്യുവേഷന് വേണ്ടി നമുക്ക് ബിൻ കാർഡ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ബട്ട് ദി കേസ് ഓഫ് സ്റ്റോഴ്സ് ലെഡ്ജർ, ഹെൽപ്ഫുൾ ഫോർ വാല്യുവേഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഓക്കെ, ഒരു ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ ക്വാണ്ടിറ്റിയോടൊപ്പം തന്നെ അതിൻ്റെ പ്രൈസ് നമുക്ക് വാല്യൂ ചെയ്യാനായിട്ട്
സാധിക്കും. ദെൻ ലാസ്റ്റ് പോയിന്റ് ഈസ് ടൈം ഓഫ് റെക്കോർഡിംഗ്. ഇൻ ബിൻ കാർഡ് ദ ഇൻഡിവിജ്വൽ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡ്. ബിൻ കാർഡിൽ ഓരോ ഇൻഡിവിജ്വൽ ട്രാൻസാക്ഷനെയും നമ്മൾ റെക്കോർഡ് ചെയ്യും. ബട്ട് ദ സ്റ്റോർസ് ലെജർ ദ ട്രാൻസാക്ഷൻ ആർ പീരിയോഡിക്കലി റെക്കോർഡ്സ്. ഓക്കെ, സ്റ്റോർസ് ലെജറിൽ ഒരു പർട്ടിക്കുലർ കാലാവധിക്കുള്ളിലുള്ള ട്രാൻസാക്ഷൻസ് നമ്മൾ പീരിയോഡിക്കൽ വൈസിൽ നമ്മൾ രേഖപ്പെടുത്തും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടോപ്പിക് ഈസ് inventory system or stock taking. Then the physical balance of material is to be verified and compared with the balance as shown by the material records. There are 3 inventory systems to solve the purpose. Then mainly the inventory system categorized into three type. First one, periodic inventory system. Then second one, perpetual inventory system. Then third one, continuous stock taking. Then first one, periodic inventory system. In periodic inventory system of stock taking is done usually at the end of an accounting year for the preparation of financial statement. It is also known as annual stock taking. Okay, periodic inventory സിസ്റ്റത്തിൽ പ്രധാനമായിട്ടും നമ്മൾ സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത് ഒരു അക്കൗണ്ടിങ് ഇയറിൻ്റെ അവസാനമായിട്ടാണ് നമ്മൾ ആ സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത്. സാധാരണഗതിയിൽ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നതിൻ്റെ പർപ്പസുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഫൈനൽ ഇയറിൽ അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിങ് ഇയർ എൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ സ്റ്റോക്ക് വാല്യുവേഷൻ നടത്തുന്നത്. ഇത്തരത്തിൽ സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നതിനെയാണ് പീരിയോഡിക് ഇൻവെൻറ്ററി സിസ്റ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റൊരു പേര് പറയും ആനുവൽ സ്റ്റോക്ക് ടേക്കിംഗ്. ടു ഫെസിലിറ്റേറ്റിംഗ് ആനുവൽ സ്റ്റോക്ക് ടേക്കിംഗ് യൂഷ്വലി ദ ഫാക്ടറി വിൽ ഹാവ് ടു ബി ക്ലോസ്ഡ് എ ഫ്യൂ ഡേയ്സ്. ദ സിസ്റ്റം ഹാസ് ബോട്ട് ദ മെയിൻ അഡ്വാൻറ്റേജ് ദാറ്റ് ദ കോസ്റ്റ് ഇൻവോൾവ്ഡ് ഫോർ സ്റ്റോക്ക് ടേക്കിംഗ് ഇസ് ലെസ്. ഇതാണ് ഈ പീരിയോഡിക് ഇൻവെൻറ്ററി സിസ്റ്റത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഒരു തവണ മാത്രമേ ഇത് സ്റ്റോക്ക് വാല്യുവേഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓർഗനൈസേഷനെ ഒരു ഫ്യൂ ഡേയ്സിലേക്ക് മാത്രം ക്ലോസ് ചെയ്ത് നമുക്ക് മുഴുവൻ സ്റ്റോക്കിൻ്റെ വാല്യൂ എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ സ്റ്റോക്ക് വാല്യുവേഷനായിട്ട് ബന്ധപ്പെട്ടുണ്ടാകാവുന്ന കോസ്റ്റ് നമുക്ക് പരമാവധി റിഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ദ സെക്കൻഡ് ടൈപ്പ് ഓഫ് മെത്തേഡ് ഈസ് ദാറ്റ് പെർപെച്വൽ ഇൻവെൻറ്ററി സിസ്റ്റം. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് കണ്ടിന്യൂസ് സ്റ്റോക്ക് ടേക്കിംഗ് where the physical balance of materials will be recorded after every receipts and issue, and the balance is compared with the balance of stores records. Okay, പെർപെച്വൽ ഇൻവെൻറ്ററി സിസ്റ്റത്തിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഒരു മെറ്റീരിയൽ നമ്മൾ റിസീവ് ചെയ്യുമ്പോഴും ഒരു മെറ്റീരിയൽ നമ്മൾ ഇഷ്യൂ ചെയ്യുമ്പോഴും കൃത്യമായിട്ട് തന്നെ അതിനെ പ്രോപ്പറായിട്ട് ആ സ്റ്റോക്ക് വാല്യുവേഷൻ നമ്മൾ നടത്തുന്നതിനെയാണ് പെർപെച്വൽ ഇൻവെൻറ്ററി സിസ്റ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിയുമ്പോൾ തന്നെ അതിൻ്റെ വാല്യുവേഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന രീതിയാണ് പെർപെച്വൽ ഇൻവെൻറ്ററി സിസ്റ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ഈസ് സ്പ്രെഡ് ത്രൂ ഔട്ട് ദി ഇയർ. ഓക്കെ, ഒരു എൻറ്റയർലി ഇയറിൽ ഈ ഒരു പ്രവർത്തനം കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. ദെൻ for ascertaining the closing balance of material under this method, the factory need not be closed down. The stock taking goes simultaneously with other transaction. Okay, സാധാരണഗതിയിൽ നമ്മൾ പീരിയോഡിക് ഇൻവെൻറ്ററി സിസ്റ്റം പോലെ നമ്മൾ ഓർഗനൈസേഷൻ ലോക്ക്ഡൗൺ ഒന്നും ചെയ്യേണ്ട. നമ്മുടെ മറ്റുള്ള ട്രാൻസാക്ഷൻ നടക്കുന്ന പോലെ തന്നെ നമ്മുടെ സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ ആ പ്രവർത്തനത്തിനോടൊപ്പം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് റെഗുലറായിട്ട് ബേസിൽ അത് പോകും. ഓക്കെ, അപ്പം നിരന്തരം ഒരു സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ ഓരോ ട്രാൻസാക്ഷൻ നടന്നു കഴിയുമ്പോഴും സ്റ്റോക്ക് വാല്യുവേഷൻ ചെയ്യുന്ന രീതിയാണ് പെർപെച്വൽ ഇൻവെൻറ്ററി സിസ്റ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചില അഡ്വാൻറ്റേജ് ഒക്കെ ഉണ്ട്. ദെൻ പ്രൊഡക്ഷൻ നീഡ് നോട്ട് ബി സ്റ്റോപ്പ് ഫോർ സ്റ്റോക്ക് ടേക്കിങ്ങിന് വേണ്ടി നമ്മൾ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യമില്ല. ദെൻ ക്ലോസിംഗ് ബാലൻസ് ഓഫ് മെറ്റീരിയൽ വിൽ ബി അവൈലബിൾ ടു എനി ടൈം. ഒരു ഓർഗനൈസേഷനിലുള്ള മെറ്റീരിയൽസിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ഏത് ടൈം വേണമെങ്കിലും നമുക്ക് അത് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് സാധിക്കും. എ ഡീറ്റെയിൽഡ് ആൻഡ് റിലയബിൾ ചെക്ക് ഇൻ ദി സ്റ്റോർ ഫെസിലിറ്റി. നമ്മുടെ ഓർഗനൈസേഷനിൽ ഏറ്റവും ആക്യുറേറ്റഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ബിൻ കാർഡ് ആൻഡ് സ്റ്റോർസ് ലെജർ ഷോൺ റെഡി ഫിഗേഴ്സ്. നമുക്ക് മെറ്റീരിയലിൻ്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യുന്ന ബിൻ കാർഡും സ്റ്റോർസ് ലെഡ്ജറിലും ഒക്കെ എപ്പോഴും ഏറ്റവും റെഡി ഫിഗേഴ്സ് നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ഡിഫറൻസ് ക്യാൻ ബി യൂസ്വലി ഐഡൻറ്റിഫൈഡ് ഡിറ്റക്റ്റഡ്. ഓക്കെ, സ്റ്റോക്ക് വാല്യുവേഷനുള്ള ഡിഫറൻസ് കൃത്യമായിട്ടും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ സ്റ്റോക്ക് ലെവൽസ് മേ ബി റിവൈസ്ഡ് ഫ്രം ടൈം ടു ടൈം, അവോയ്ഡ് അണ്ടർ ഓർ ഓവർ സ്റ്റോക്കിംഗ്. ഓർഗനൈസേഷനെ സ്റ്റോക്കിനെ പ്രോപ്പറായിട്ട് വെരിഫൈ ചെയ്യുന്ന വഴി നമുക്കതിനെ റിവൈസ് ചെയ്തുകൊണ്ട് ഓവർ സ്റ്റോക്കിംഗ് അണ്ടർ സ്റ്റോക്കിനൊക്കെ റിഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ലാസ്റ്റ് വൺ, ദ മിസ്റ്റേക്ക് ഇഫ് എനി ഇൻ ദി ബിൻ കാർഡ് ഓർ സ്റ്റോർസ് ക്യാൻ ബി ലൊക്കേറ്റഡ്. ഓക്കെ, കൃത്യമായിട്ട് നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇതൊക്കെയാണ് ഒരു പെർപെച്വൽ ഇൻവെൻറ്ററി സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ്. ഓക്കെ, ദെൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പീരിയോഡിക്കൽ ഇൻവെൻറ്ററി സിസ്റ്റം ആൻഡ് പെർപെച്വൽ ഇൻവെൻറ്ററി സിസ്റ്റം. നമ്പർ 1,
Under perpetual inventory system, the stock taking is held throughout the year. ഓക്കെ, പെർപ്പച്വൽ ഇൻവെൻറ്ററി സിസ്റ്റത്തിൽ സ്റ്റോക്ക് വാല്യുവേഷൻ അല്ലെങ്കിൽ സ്റ്റോക്ക് ടേക്കിങ് ത്രൂ ഔട്ട് ദി ഇയർ മുഴുവനും നടക്കുന്ന ഒരു പ്രക്രിയയാണെന്ന് പറയാനായിട്ട് സാധിക്കും. വൈ ദ പീരിയോഡിക് ഇൻവെൻറ്ററി സിസ്റ്റം, ദ സ്റ്റോക്ക് ടേക്കിംഗ് ഇസ് ഹെൽഡ് വൺസ് ഇൻ എൻ ഇയർ അറ്റ് ദി എൻഡ് ഓഫ് ദി ഫിനാൻഷ്യൽ ഇയർ. ഓക്കെ, പീരിയോഡിക് ഇൻവെൻറ്ററി സിസ്റ്റത്തിൽ ഒരു ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മുടെ വർഷത്തിൽ ഒരിക്കൽ മാത്രമേ നമ്മൾ സ്റ്റോക്ക് വാല്യുവേഷൻ കണ്ടക്ട് ചെയ്യുള്ളൂ. സെക്കൻഡ് വൺ, ഡിസ്ക്രിപ്ഷൻസ് ആർ ലൊക്കേറ്റഡ് ദെൻ ആൻഡ് ദെയർ. പെർപ്പച്വൽ ഇൻവെൻറ്ററി സിസ്റ്റത്തിൽ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് തന്നെ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ബട്ട് ഇൻ ദി കേസ് ഓഫ് പീരിയോഡിക് ഇൻവെൻറ്ററി സിസ്റ്റം, ദ ഡിസ്ക്രിപ്ഷൻസ് ആർ ലൊക്കേറ്റഡ് വെരി ലേറ്റ്. ഓക്കെ, എന്തെങ്കിലും ഡിഫറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഏറ്റവും അവസാനം മാത്രമേ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുള്ളൂ. ദെൻ തേർഡ് വൺ, ദ ഡിസ്ക്രിപ്ഷൻസ് ക്യാൻ ബി റെക്ടിഫൈഡ് വിത്തൗട്ട് ഡിലേ. പെർപ്പച്വൽ ഇൻവെൻറ്ററി സിസ്റ്റത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറവുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഏറ്റവും പെട്ടെന്ന് തന്നെ കാലതാമസമില്ലാതെ തന്നെ നമുക്കത് അതിനെ പരിഹരിക്കാനായിട്ട് സാധിക്കും. ബട്ട് ഇൻ ദി കേസ് ഓഫ് പീരിയോഡിക് ഇൻവെൻറ്ററി സിസ്റ്റം, ദർ മേ ബി എ ഡിലേ ഇൻ അസർട്ടൈനിങ് ആൻഡ് റെക്ടിഫൈ ദി ഡിസ്ക്രിമിനൻസി. എന്താണ്, നമുക്ക് വ്യത്യാസങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിനും അതോടൊപ്പം തന്നെ അതിനെ റെക്ടിഫൈ ചെയ്യുന്നതിനും വളരെയധികം കാലതാമസം എടുക്കും. ദെൻ ഫോർത്ത് വൺ, ദ പ്രൊഡക്ഷൻ വിൽ നോട്ട് ബി ഇൻറ്ററപ്റ്റഡ്. പെർപ്പച്വൽ ഇൻവെൻറ്ററി സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഓർഗനൈസേഷൻ സംബന്ധിച്ചോളം പ്രൊഡക്ഷൻ ഒരിക്കലും നമുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യമോ തടസ്സപ്പെടുത്തേണ്ട കാര്യമോ ഇല്ല. ബട്ട് ഇൻ ദി കേസ് ഓഫ് പീരിയോഡിക് ഇൻവെൻറ്ററി സിസ്റ്റം, ദ പ്രൊഡക്ഷൻ വിൽ ബി ഇൻറ്ററപ്റ്റഡ്. ഓക്കെ, പീരിയോഡിക് ഇൻവെൻറ്ററി സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ പ്രൊഡക്ഷനെ അത് ബാധിക്കും. ദെൻ ഫിഫ്ത്ത് വൺ, ഇറ്റ് ഈസ് മോർ കോസ്റ്റ്ലി പ്രോസസ്. Perpetual inventory system is a more costly process, which means lot of clerical works are needed. ഓക്കെ, പെർപ്പച്വൽ ഇൻവെൻറ്ററി സിസ്റ്റം ഒരു കോസ്റ്റ്ലി പ്രോസസ്സാണ്. കാരണം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന കാരണം ലോട്ട് ഓഫ് ക്ലറിക്കൽ വർക്ക്സ് അതിനാവശ്യമായിട്ട് വേണ്ടി വരും. ദെൻ പീരിയോഡിക് ഇൻവെൻറ്ററി സിസ്റ്റം, ഇറ്റ് ഈസ് എ കമ്പാരിറ്റീവ്ലി ചീപ്പ്. ഓക്കെ, പീരിയോഡിക് ഇൻവെൻറ്ററി സിസ്റ്റത്തിനെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ അത് കമ്പാരിറ്റീവ്ലി ലെസ് എക്സ്പെൻസീവ് ആണ്. ഓക്കെ, ദെൻ സിക്സ്ത് വൺ, ദ ഐറ്റംസ് സിലക്റ്റഡ് അറ്റ് എ റാൻഡം ആർ ചെക്ക്ഡ്. ഓക്കെ, പെർപ്പച്വൽ ഇൻവെൻറ്ററി സിസ്റ്റം ഓരോ മെറ്റീരിയൽസും നമ്മൾ റാൻഡം ബേസിലായിരിക്കും അത് സെലക്ട് ചെയ്ത് ചെക്ക് ചെയ്യുന്നത്. ബട്ട് ഇൻ ദി കേസ് ഓഫ് പീരിയോഡിക് ഇൻവെൻറ്ററി സിസ്റ്റം, ഓൾ ഐറ്റം ഓഫ് മെറ്റീരിയൽസ് ആർ ചെക്ക്ഡ്. പീരിയോഡിക് ഇൻവെൻറ്ററി സിസ്റ്റത്തിനെ സംബന്ധിച്ചിടത്തോളം അത് വർഷത്തിലൊരിക്കലും നമ്മളത് വാല്യൂ ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ ഐറ്റംസും നമുക്ക് കൃത്യമായിട്ട് തന്നെ ഇൻഡിവിജ്വലി അത് ചെക്ക് ചെയ്യും. ദെൻ ലാസ്റ്റ് വൺ, ദ പെർമനൻറ്റ് പേഴ്സൺസ് ആർ റിക്വയർഡ്. In the case of the implementation of perpetual inventory system, there is a permanent persons are required. ഓക്കെ, ഒരു പെർപ്പച്വൽ ഇൻവെൻറ്ററി സിസ്റ്റം ഫോളോ ചെയ്യുമ്പോൾ അവിടെ കൃത്യമായിട്ടും റെഗുലർ ആയിട്ടുള്ള പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ അതിനാവശ്യമായിട്ടുള്ള മാൻ പവേഴ്സ് ആവശ്യമായിട്ട് വരും, പെർമനൻ്റ് ആയിട്ടുള്ള മാൻ പവേഴ്സ് ആവശ്യമായിട്ട് വരും. ആൻഡ് ഇൻ ദി കേസ് ഓഫ് പീരിയോഡിക്കൽ ഇൻവെൻറ്ററി സിസ്റ്റം, ദ പേഴ്സൺ ഫ്രം അതർ ഡിപ്പാർട്ട്മെൻറ്റ് മേ ബി ടെമ്പററി അപ്പോയിൻറ്റഡ്. ഓക്കെ, നമ്മളൊരു വർഷത്തിലൊരു തവണ മാത്രമേ സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഓർഗനൈസേഷനിലെ മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേഴ്സൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റോക്ക് വാല്യുവേഷൻ കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ദ തേർഡ് സ്റ്റോക്ക് വാല്യുവേഷൻ സിസ്റ്റം ഈസ് ദാറ്റ് കണ്ടിന്യൂസ് സ്റ്റോക്ക് ടേക്കിംഗ്. Then continuous stock taking is the process of physical verification of each and every item of stock a number of times in each year. The items are verified by counting and weighting or measuring and compared with the bin card balance. Okay, പെർപ്പച്വൽ ഇൻവെൻറ്ററി സിസ്റ്റം പോലെ തന്നെ ഉള്ള ഒരു മെത്തേഡാണ് കണ്ടിന്യൂസ് സ്റ്റോക്ക് ടേക്കിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കണ്ടിന്യൂസ് സ്റ്റോക്ക് ടേക്കിംഗ് പ്രധാനമായിട്ടും ഓരോ ഓർഗനൈസേഷനിലേക്ക് വരുന്ന മെറ്റീരിയൽസിൻ്റെ അല്ലെങ്കിൽ സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ അതിൻ്റെ ഫിസിക്കൽ വെരിഫിക്കേഷൻ നമ്മൾ ഒരു ഇയറിൽ ഒന്നിലധികം തവണ നമ്മൾ കണ്ടക്ട് ചെയ്ത് അതിൻ്റെ മെറ്റീരിയൽസിൻ്റെ സ്റ്റോക്കിൻ്റെ എണ്ണം എടുക്കുക, കൃത്യമായിട്ടും അതിൻ്റെ വെയിറ്റ് മെഷർ ചെയ്യുക, അതുപോലെ തന്നെ ബിൻ കാർഡിൽ അതിൻ്റെ ബാലൻസ് കൃത്യമായിട്ട് ഒട്ടു നോക്കുക. അപ്പോൾ വൺസ് ഇൻ ആൻ ഇയറിൽ നമ്പർ ഓഫ് ടൈംസിൽ നമ്മൾ സ്റ്റോക്ക് വാല്യുവേഷൻ നടത്തുന്ന ആ ഒരു ടൈപ്പ് ഓഫ് സ്റ്റോക്ക് ടേക്കിങ്ങിനാണ് കണ്ടിന്യൂസ് സ്റ്റോക്ക് ടേക്കിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then the shortage or excess rising out of the physical verification should be recorded in the bin card and correct physical balance and should be entered. Okay, പ്രധാനമായിട്ടും കണ്ടിന്യൂസ് സ്റ്റോക്ക് ടേക്കിങ്ങിൽ നമ്മൾ എന്താണ് എന്തെങ്കിലും എക്സസ് ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസോ ഡിഫറൻസോ ഒക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ ഫിസിക്കൽ വെരിഫിക്കേഷനാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിലൂടെ നമുക്ക് കൃത്യമായിട്ടും അത് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് തന്നെ അത് നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും. അത്തരത്തിൽ വൺസ് ഇൻ ആൻ ഇയർ നമ്പർ ഓഫ് ടൈംസ് നടക്കുന്ന സ്റ്റോക്ക് വാല്യുവേഷൻ അല്ലെങ്കിൽ സ്റ്റോക്ക് ടേക്കിങ്ങിനാണ് നമ്മൾ കണ്ടിന്യൂസ് സ്റ്റോക്ക് ടേക്കിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ പെർപ്പച്വൽ ഇൻവെൻറ്ററി സിസ്റ്റം ആൻഡ് കണ്ടിന്യൂസ് സ്റ്റോക്ക് ടേക്കിംഗ്. ദെൻ ഫസ്റ്റ് വൺ, the perpetual inventory system, the recording stores balance after every receipts and issue of materials. Okay,
പെർപ്പച്വൽ ഇൻവെന്ററി സിസ്റ്റത്തിൽ നമ്മൾ സ്റ്റോക്ക് വാല്യൂഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് ഓരോ റെസീപ്റ്റ്സും അല്ലെങ്കിൽ ഓരോ ഇഷ്യൂസും മെറ്റീരിയൽസിൻ്റെ ഓരോ റെസീപ്റ്റ്സും ഇഷ്യൂ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ബാലൻസ് അല്ലെങ്കിൽ അതിൻ്റെ വാല്യുവേഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ബട്ട് ഇൻ ദി കേസ് ഓഫ് കണ്ടിന്യൂസ് സ്റ്റോക്ക് ടേക്കിംഗ് ഇറ്റ് ഈസ് എ ഫിസിക്കൽ വെരിഫിക്കേഷൻ ഓഫ് നമ്പർ ഓഫ് ഐറ്റം ഡെയിലി ഓർ ദ ഫ്രീക്വൻറ്റ് ഇൻട്രവൽസ്. ഓക്കെ, കണ്ടിന്യൂസ് സ്റ്റോക്ക് ടേക്കിംഗ് പ്രധാനമായിട്ടും നമ്മൾ ഫിസിക്കൽ വെരിഫിക്കേഷനാണ്. നമ്മുടെ സ്റ്റോക്കിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഒരു ഓരോ അറ്റ് എ ടൈമിൽ അല്ലെങ്കിൽ ഓരോ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഇടവേളകളിൽ കൃത്യമായിട്ടും അതിൻ്റെ ഒരു ഫിസിക്കലായിട്ടുള്ള വെരിഫിക്കേഷൻസ് നമ്മൾ കണ്ടക്ട് ചെയ്യും. പിന്നെ സെക്കൻഡ് വൺ, ഇറ്റ് എംഫസസ് ഓൺ റെക്കോർഡിംഗ് ബുക്ക് ബാലൻസ്. ഓക്കെ, പെർപ്പച്വൽ ഇൻവെന്ററി സിസ്റ്റം എപ്പോഴും ബുക്ക് ബാലൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അല്ലെങ്കിൽ അതിനെ കൺസിഡർ ചെയ്യുന്നതുകൊണ്ടാണ് പ്രധാനമായിട്ടും സ്റ്റോക്ക് വാല്യുവേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ബട്ട് ഇൻ ദി കേസ് ഓഫ് കണ്ടിന്യൂസ് സ്റ്റോക്ക് ടേക്കിംഗ് ഇസ് എ ഫിസിക്കൽ വെരിഫിക്കേഷൻ ഓഫ് റെക്കോർഡ് ബുക്ക് ബാലൻസ് വിത്ത് ആക്ച്വൽ ഫിസിക്കൽ ബാലൻസ്. ഓക്കെ, കണ്ടിന്യൂസ് സ്റ്റോക്ക് ടേക്കിങ്ങിനെ സംബന്ധിച്ചുള്ള ഇപ്പോൾ ഒരു ഫിസിക്കൽ വെരിഫിക്കേഷനാണ്. ബുക്ക് ബാലൻസിനെ എന്താണ് ഓരോ റെക്കോർഡ്സിലുള്ള ബുക്ക് ബാലൻസിനെ ബേസ് ചെയ്യുന്നതോടൊപ്പം തന്നെ അതിൻ്റെ ആക്ച്വൽ ഫിസിക്കൽ ബാലൻസൂടെ പ്രധാനമായിട്ടും സ്റ്റോക്ക് ടേക്കിങ്ങിനെ കണ്ടിന്യൂസ് സ്റ്റോക്ക് ടേക്കിങ്ങിൽ പ്രധാനമായിട്ടും കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും 3 തരത്തിലുള്ള സ്റ്റോക്ക് ടേക്കിംഗ് സിസ്റ്റമാണ് നമ്മൾ ഓർഗനൈസേഷനിൽ ഫോളോ ചെയ്യുന്നത്. പീരിയോഡിക്കൽ ഇൻവെന്ററി സിസ്റ്റം, പെർപ്പച്വൽ ഇൻവെന്ററി സിസ്റ്റം, then continuous stock taking. Then the next concept is that material losses. Okay, and then any manufacturing concern, the some materials is lost in the store in the process of production, such as waste, scrap, spoilage, defective work. ഓക്കെ, ഒരു ഓർഗനൈസേഷനിലെ പ്രൊഡക്ഷനായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ സ്റ്റോർ ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടോ ആ മെറ്റീരിയൽ ഉണ്ടാകാവുന്ന നഷ്ടം, അതിനെയാണ് പ്രധാനമായിട്ടും നമ്മൾ മെറ്റീരിയൽ ലോസ് എന്ന് പറയാൻ സാധിക്കുക. പ്രധാനമായിട്ടും ഒരു പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ആ മെറ്റീരിയൽ സ്റ്റോർ ചെയ്യുമ്പോഴോ ആണ് ലോസ് സംഭവിക്കുന്നത്. അതിനെ നമുക്ക് വേസ്റ്റ് എന്നോ സ്ക്രാപ്പ് എന്നോ സ്പോയിലേജ് എന്നോ ഡെഫക്റ്റീവ് വർക്കോ എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ദെൻ നോർമൽ ലോസ്. ഓക്കെ, the unavoidable and expected loss of material due to their inherent nature is also known as normal loss. ഓക്കെ, ഒരു ഓർഗനൈസേഷനിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തതും അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ സാധാരണ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സാധാരണ അതിൻ്റെ ഒരു നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകാവുന്ന നഷ്ടങ്ങളെയാണ് നമ്മൾ നോർമൽ ലോസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ലോസ് ഡ്യൂ ടു ഇവാപ്രേഷൻ, shrinkage in size, rusting, deterioration ആൻഡ് പെറ്റി പിൽഫ്രേജ്. ഓക്കെ, നമ്മളൊരു പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മെറ്റീരിയലിൽ വരുന്ന എന്തെങ്കിലും കുറവ് അല്ലെങ്കിൽ ആ മെറ്റീരിയലിൻ്റെ മെറ്റീരിയലിൻ്റെ എന്തെങ്കിലും കേട് സംഭവിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെറുതായിട്ടുള്ള ഒരു ശോഷണമൊക്കെ സംഭവിക്കുന്നതൊക്കെ അത് ഒരു ഓർഗനൈസേഷൻ്റെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് സാധാരണഗതിയിൽ ഉണ്ടാകാവുന്ന നഷ്ടങ്ങളെയാണ്. ഓക്കെ, അങ്ങനെ ഉണ്ടാകാവുന്ന ആ നഷ്ടങ്ങളെ നമുക്ക് നോർമൽ ലോസ് എന്ന് പറയാനായിട്ട് സാധിക്കും. ദെൻ the abnormal loss. Okay, the abnormal loss is the loss which arises not due to the inherent quality of goods, due to the accident or carelessness or of party handling the goods. അബ്നോർമൽ ലോസ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു സാധാരണ യൂഷ്വൽ കേസിൽ ഉണ്ടാകാത്ത ലോസാണ്. എന്തെങ്കിലും ആക്സിഡൻറ്റിലൊക്കെ ഉണ്ടാകുന്ന സമയത്തോ അല്ലെങ്കിൽ കെയർലെസ് ആയിട്ട് നമ്മളൊരു മെറ്റീരിയൽ യൂട്ടിലൈസ് ചെയ്യുന്ന ഭാഗമായിട്ടോ ഉണ്ടാകാവുന്ന നഷ്ടങ്ങളെയാണ് നമ്മൾ അബ്നോർമൽ ലോസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഇസ് ദ വേസ്റ്റ്. ഓക്കെ, ആൻഡ് വേസ്റ്റ് ഇസ് ദ പാർട്ട് ഓഫ് ബേസിക് റോ മെറ്റീരിയൽസ് വിച്ച് ഇസ് ലോസ്റ്റ് ഇൻ പ്രോസസ്സിങ് ആൻഡ് ഡസ് നോട്ട് ഹാവ് എനി റിക്കവർ വാല്യൂ. ഓക്കെ, വേസ്റ്റിനെ പ്രധാനമായിട്ടും നമ്മുടെ പ്രോസസ്സിങ്ങിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ മെറ്റീരിയൽ സ്റ്റോറിൻ്റെ ഭാഗമായിട്ട് നഷ്ടപ്പെട്ടു പോകുന്നതും എന്നാൽ അതിന് ഒരു റിക്കവർ വാല്യൂ ഇല്ലാത്തതുമായിട്ടുള്ള ലോസുകളെയാണ് നമ്മൾ വേസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് സ്ക്രാപ്പ്. ഓക്കെ, ദെൻ the scrap is the incidental residue of small value which arises from certain type of manufacture. The scrap value can be recovered without any further processing. ഓക്കെ, നമ്മുടെ പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ മെറ്റീരിയൽസിന് ഉണ്ടാകാവുന്ന ചെറിയ ശോഷണത്തിനെയാണ് നമ്മൾ സ്ക്രാപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ വാല്യൂ കമ്പാരിറ്റീവ്ലി ഒരു സ്മോൾ വാല്യൂ ആയിരിക്കും ഉണ്ടാകുക. ദ സ്ക്രാപ്പ് വാല്യൂ ക്യാൻ ബി റിക്കവേർഡ് വിത്തൗട്ട് എനി ഫർദർ പ്രോസസ്സിങ്. ഓക്കെ, നമുക്ക് ആ നമുക്ക് സ്ക്രാപ്പായ വാല്യൂ നമുക്ക് കൃത്യമായിട്ടും റിക്കവർ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ അത് ഒരു ഫർദർ പ്രോസസ്സിങ് നമുക്ക് ഒരിക്കലും യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ലോസസിനെയൊക്കെ നമുക്ക് സ്ക്രാപ്പ് എന്ന് പറയാനായിട്ട് സാധിക്കും. ദെൻ നെക്സ്റ്റ് വൺ, ദ സ്പോയിലേജ്. ഓക്കെ,
So that portion of raw material which has been spoiled or destroyed in the manufacturing process but which can be used again to manufacture as a raw materials or sold as a second. Okay, നമ്മുടെ പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് നഷ്ടപ്പെടുന്ന മെറ്റീരിയൽസാണ്, നഷ്ടപ്പെട്ടു പോവുകയും ദെൻ ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സിൽ നശിച്ചു പോവുകയും ചെയ്യുന്നു. ഇതിനെ വേണമെങ്കിൽ ഒരു ഫർദർ പ്രോസസ്സിങ്ങിന് വേണ്ടി, മാനുഫാക്ചറിങ് പ്രോസസ്സിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്കെന്താണ് സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഫർദർ ആയിട്ട് നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റിനെയാണ് സ്പോയിലേജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, then defective. Okay, defectives are those units of finished product which are imperfect and not up to the standard. Okay, defective യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് തന്നെയാണ്, പക്ഷേ നമ്മുടെ ഓർഗനൈസേഷനിലെ സ്റ്റാൻഡേർഡ് ക്രൈറ്റീരിയയ്ക്ക് അനുസരിച്ച് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കാത്ത പ്രോഡക്റ്റുകളെയാണ് നമ്മൾ ഡെഫക്റ്റീവ് പ്രോഡക്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ക്രൈറ്റീരിയ അല്ലെങ്കിൽ ആ സ്റ്റാൻഡേർഡ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത ഫിനിഷ്ഡ് പ്രോഡക്റ്റുകളെയാണ് ഡെഫക്റ്റീവ് പ്രോഡക്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പ്രോഡക്റ്റിനെ സംബന്ധിച്ചോളം നമുക്ക് വേണമെങ്കിൽ അത് അതിൻ്റെ ഒരു റീസെയിൽ ചെയ്യാനായിട്ട് സാധിക്കും. യഥാർത്ഥ സ്റ്റാൻഡൊപ്പമുള്ള പ്രോഡക്റ്റിൻ്റെ ആ പ്രൈസിൽ കുറച്ചുകൊണ്ട് നമുക്ക് വിറ്റ് അത് നമുക്ക് ഇതിനകത്ത് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാകാവുന്ന മെറ്റീരിയൽ ലോസസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പാർട്ട് 4-ൻ്റെ അകത്ത് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്ത കൺസെപ്റ്റ് ഫസ്റ്റ് വൺ സ്റ്റോഴ്സ് റെക്കോർഡ്സുകളാണ്, ബിൻ കാർഡ്, ദെൻ ഡബിൾ ബിൻ സിസ്റ്റം, ദെൻ സ്റ്റോഴ്സ് ലെഡ്ജേഴ്സ്, ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ ബിൻ കാർഡ് ആൻഡ് സ്റ്റോഴ്സ് ലെഡ്ജർ, ദെൻ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഇൻവെൻ്ററി സിസ്റ്റം ഓർ സ്റ്റോക്ക് ടേക്കിംഗ്, മെയിൻലി പീരിയോഡിക്കൽ ഇൻവെൻ്ററി സിസ്റ്റം, then perpetual inventory system, then continuous stock taking and the difference between this type of systems, then finally different material losses, normal loss, then abnormal loss, waste, scrap, spoilage and defective. Okay, thank you.